എൻ്റെ സുഹൃത്ത് പറഞ്ഞ് പറഞ്ഞു കേട്ടു നിലമ്പൂർ ഹോസ്പിറ്റലിന് എന്ത് കിട്ടിയെന്ന്. അതായത് 9 വർഷമായിട്ടുള്ളൂ, ഇടത് വർഷം തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചുങ്കത്ര പഞ്ചായത്തിൽ വോട്ടർ തന്നെയാണ് ഞാൻ. അതുപോലെ മൂപ്പർ പറഞ്ഞ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ എന്ത് കിട്ടിയെന്ന്. 35 വർഷം ആര്യാടന്മാർ ഭരിച്ച മണ്ഡലമാണിത്. അതുപോലെ തന്നെ 40-45 വർഷം ഇന്ത്യ രാജ്യം ഓല കയ്യിലായിരുന്നു. 16 വർഷമായിട്ടുള്ള BJPൻ്റെ കയ്യിലായിട്ട്. അതുപോലെ ഈ ഈ രണ്ടാം മുന്നണി വന്നു, ഇന്ന് മൂന്നാം മുന്നണി വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ. ഇവരിപ്പോൾ പറയുന്നത് സത്യമായിട്ട് പറയാൻ വരെ കൊണ്ട് കഴിയുന്നില്ല. ഒരൊറ്റ BJPക്കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ലീഗുകാരനോ ഇതുവരെ സത്യം പറയുന്നില്ല. എന്താണ് വികസനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇഞ്ഞും അറിയില്ല. റോഡ് എന്താണ് അനുഭവപ്പെട്ട വികസനം എന്താണ്? ഞങ്ങൾക്ക് വികസനം അനുഭവപ്പെട്ട വികസനം എന്താണ്? 1 മണി കൈപ്പിനി പാലം 2019 പോയി. 23 ഉദ്ഘാടനം കഴിഞ്ഞു. പുതുക്കി പണിതു. തൃക്കാകുത്ത് പാലം, അതായത് നിലമ്പൂർ വൈക്കിപ്പോയിട്ട് മുട്ടിക്കടവ് പാലം, ഇതൊക്കെ കൊടുക്കുന്നത് കാരണം ഈ അടുത്ത വർഷം തന്നെയാണ്. 35 വർഷമായി ആര്യാടന്മാർ ഭരിച്ച പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താ അറിയോ? മൂപ്പര് പഠിച്ച സ്കൂളാണ് മാനവേദന ഹൈസ്കൂള്. ആ മാനവേദനയിൽ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? സൗക്കത്തും പഠിച്ചിട്ടുണ്ട്, മയമാക്കിയും പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഈ 9 വർഷം കൊണ്ട് ഇപ്പോൾ പോയി കണ്ടാൽ എന്താണ് ഇവരൊക്കെ പോയി കാണുന്നത്? ഇവിടെ എന്തെങ്കിലും വികസനം പറഞ്ഞാൽ പോലെ വികസനം കൊണ്ടുവരണം. അതിൽ സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. LDF വന്നതിന് ശേഷം തന്നെ ആ റോഡുകൾ, ഹൈസ്കൂൾ മാനവേദന ഹൈസ്കൂൾ പോയി കാണട്ടവര്. ചുങ്കത്ര GLP സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് GLP സ്കൂള്. അതൊന്നും പോയി കാണട്ടെ. മാറ്റം ഒരുപാട് മാറ്റം തന്നെ. പോയി കാണാനുമാണ്. സ്കൂളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായിട്ടൊക്കെ തന്നെയല്ലേ ഇവർ കണ്ടിട്ടില്ല. എന്താ പറയുക, മർത്തോമ PVC ഇതൊക്കെ എന്താ പറയുക പൈസക്കാരതല്ലേ. ഞാൻ എൻ്റെ കുട്ടികൾ പഠിച്ച സ്കൂൾ തന്നെ മർത്തോമ. അത് ഗവൺമെന്റ് അല്ല. സാധാരണക്കാരുടെ സ്കൂളുകളൊക്കെ ഉസാർ തന്നെ. ആശുപത്രി ഉസാറാ. വേണ്ട, ഞങ്ങളെ PHC ചുങ്കത്ര അത് പോയി കാണട്ടെ.